രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാനൊരു ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച ആളാണ്. SFIയുടെ ഒരു യൂണിറ്റ് സെക്രട്ടറിയോട് പോയി ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ സഹസഖാക്കളെ രക്തസാക്ഷികളുള്ളൊരു പാർട്ടിയിൽ RSSനെ ഇവിടുത്തെ ഒരു ക്രമസമാധാനത്തിന് രണ്ടാം നിലക്കാരൻ പോയി കണ്ട ശരിയാണെന്ന് ചോദിച്ചാൽ ആ സഖാവ് എടുത്ത വാക്കിൽ പറയും തെറ്റാണ് എന്ന് പറയും. ഇന്ന് CPMന്റെ PB അംഗത്തോട് ചോദിക്കുകയാണ്, അന്വേഷണം പോയി കണ്ടത് എന്തിനും ആയിക്കോട്ടെ, ദത്താത്രേയ ഹോസാബിനെയും റാം മാധവനെയും നമ്മുടെ കേരളത്തിൻ്റെ പോളിസി തീരുമാനിക്കാൻ കെൽപ്പുള്ള ഒരു പോലീസ് പോളിസി തീരുമാനിക്കാൻ കെൽപ്പുള്ള ഒരു പോസ്റ്റ് ഇരിക്കുന്ന ആൾ പോയി കണ്ടോ എന്ന് ചോദിച്ചാൽ അത് തെറ്റാണ് എന്ന് ആർജവത്തോടെ നാക്കുമൂർച്ചയിൽ പറയാൻ മുഖ്യമന്ത്രി കഴിയുന്നുണ്ടോ? ഇല്ല. കേസെടുക്കുമെന്ന് മുഖ്യമന്ത്രിയോട് ആവർത്തിച്ച് ചോദിക്കുന്നു, മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ SK സജീഷോട് ഞാൻ ആവർത്തിച്ച് ചോദിച്ചാലും അദ്ദേഹത്തിന് ഉണ്ടെന്നോ ഇല്ലെന്നോ മറുപടി പറയാത്ത, ഇപ്പൊ ഒരു ചർച്ചയിൽ ചോദിക്കാം, പക്ഷെ മറുപടി പറയാത്തത് ശരി, മറുപടി പറയാൻ കഴിയാത്തതിന് കാരണം അത് സജീഷിന്റെ കുറ്റമല്ല, അത് സംഘടനാപരമായി ഒരൊറ്റ മിനിറ്റ് അത് സംഘടനാപരമായി ആ തീരുമാനം എന്തുത്തരം വേണമെന്ന കാര്യത്തിൽ CPMന് അറിയില്ല, അല്ലെങ്കിൽ CPM പറയില്ല. അതിന് കാരണം ഇന്നലെ A. റഹീം MP വന്നിരുന്നു. ഞാൻ ആവർത്തിച്ച് ഇതേ മട്ടിൽ ചോദിച്ചു. ലാസ്റ്റ് ഗതിയില്ലാതെ ശ്രീ A. റഹീം MP പരിശോധിച്ച് അന്വേഷിക്കാം എന്ന് വെറുതെ പാസീവായി പറഞ്ഞു പോയി. ഞാൻ ബ്രേക്ക് കൊടുത്തു, പരിശോധിച്ച് അന്വേഷിക്കണമെന്ന് A. റഹീം MP. ഉടൻ തന്നെ റഹീം പറഞ്ഞു, ഞാൻ പറഞ്ഞതിനെ വളച്ചൊടിക്കരുത്. എനിക്ക് മനസ്സിലാവുന്നില്ല, ഒന്ന് പരിശോധിക്കാൻ, ഒന്ന് അന്വേഷിക്കാൻ എന്തിനാണ് ഒരു സംവിധാനത്തിന് പേടി? രാഹുൽ, ഇതിനിടയ്ക്ക് അങ്ങേക്ക് വേദന ചേർത്ത് പറയും പറയട്ടെ. ശരി, അതിനും കൂടെ മറുപടി പറയാം. അതിനു മുമ്പ് എനിക്ക് അങ്ങനെയാണ് വേദനിപ്പിക്കാനുള്ളത്. അങ്ങ് പറഞ്ഞു അങ്ങ് പഴയ ഇടതുപക്ഷ പശ്ചാത്തലമുള്ള വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായിരുന്നു. അതെനിക്കും അറിയുന്നതാണ്. അങ്ങ് പഴയ SFIയുടെ നേതാവായിരുന്നു, മത്സരിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള പശ്ചാത്തലം അങ്ങേക്കുണ്ട്. വലിയ പ്രധാനപ്പെട്ട നേതാവായിരുന്നു. അതെനിക്ക് ബഹുമാനമാണ്. പക്ഷേ SFIക്കാർ മുൻപ് അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല ശ്രീ ഹാഷ്മി. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ SFIയുടെ തന്നെ ആദ്യ രക്തസാക്ഷികളിൽ ഒരാളായ സഖാവ് സൈദാലി, പട്ടാമ്പിയിലെ സഖാവ് സൈദാലി, ആ സഖാവ് സൈദാലിയെ കൊന്ന കേസിനകത്തെ മുഖ്യപ്രതി ശങ്കർ നാരായണൻ എന്ന് പറയുന്ന സംഘപരിവാർ പ്രവർത്തകനായിരുന്നു. ആ ശങ്കരനാരായണൻ എന്ന് പറയുന്ന സംഘപരിവാർ പ്രവർത്തകൻ പിന്നീട് പേര് മാറ്റി ബാബു M. പാലിശ്ശേരി എന്ന പേരാക്കി കുന്നംകുളത്ത് നിന്ന് CPMന്റെ നിയമസഭാ സാമാജികനായപ്പം ഏതെങ്കിലും SFIയുടെ യൂണിറ്റ് സെക്രട്ടറി തൊട്ട് സംസ്ഥാന സെക്രട്ടറി വരെയുള്ള ഏതെങ്കിലും നേതാക്കന്മാർ ചോദ്യം ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ആർജവം SFIക്ക് ഏതെങ്കിലും കാലത്തുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അങ്ങേക്ക് ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ സന്തോഷം. അങ്ങ് പ്രവർത്തിച്ച പ്രസ്ഥാനം അത് വിട്ടു. ഇനിയും ശ്രീ സജീഷിൻ്റെ ഒന്ന് PV അൻവർ VD സതീശൻ്റെ മധ്യസ്ഥനായിട്ടാണ് അജിത് കുമാർ പോയത് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അങ്ങ് കേട്ടിട്ടുണ്ടെങ്കിൽ അങ്ങേക്ക് എന്നെ തിരുത്താം. ഇനി അങ്ങനെയാണെങ്കിൽ അത് തന്നെ ഞാൻ ഒരു ചോദ്യമായി എടുത്തിട്ട് മറുപടി പറയുകയാണ്. ഇപ്പോൾ അങ്ങ് പറയുന്നു, ശ്രീ സജീഷ് പറയുന്നു, എന്താണ് RSSൻ്റെ നേതാക്കന്മാരായ ദത്താത്രേയ ഹൊസബല്ലെ, അതുപോലെ തന്നെ റാം മാധവ് എന്നിവരെ ADGP അജിത് കുമാർ പോയി രഹസ്യമായി കണ്ടത് ശ്രീ VD സതീശൻ്റെ പുനർജനിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഉന്നയിച്ച ഒരു ആക്ഷേപത്തെ പറ്റിയിട്ടുള്ള അന്വേഷണം കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന്. അതിനകത്തെ ഈ ഏതെങ്കിലും ജനിച്ചു വീഴുന്ന കുട്ടിക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത യുക്തിയില്ലായ്മ ശ്രീ സജീഷ് പറഞ്ഞ മറുപടിക്ക് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ ദത്താത്രേയ ഹൊസബല്ലെ ADGP അജിത് കുമാർ കണ്ടത് പൊതുസമൂഹം ആദ്യം അറിയുന്നത് ശ്രീ VD സതീശൻ നടത്തിയ പത്രസമ്മേളനത്തിലൂടെയാണ്. റാം മാധവനെ രഹസ്യമായി ADGP അജിത് കുമാർ പോയി കണ്ടത് പൊതുസമൂഹത്തോട് ആദ്യം വിളിച്ചു പറയുന്നത് ശ്രീ VD സതീശനാണ്. ഇനി അങ്ങയുടെ തന്നെ യുക്തിയിൽ ഇനിയും VD സതീശന് വേണ്ടിയിട്ട് മധ്യസ്ഥ പറയാനാണ് ADGP അജിത് കുമാർ പോയതെങ്കിൽ ഈ കേരളത്തിൽ മറ്റാരുടെ മുന്നിലും അതുവരെ ഇല്ലാതിരുന്നൊരു വിവരം VD സതീശൻ തന്നെ വിളിച്ചു പറയാൻ VD സതീശൻ്റെ പേര് SK സജീഷ് എന്നൊന്നും അല്ലല്ലോ ശ്രീ സജീഷേ. അത് വിട്ടു. ഇനി പോട്ടെ. ഇനി അങ്ങ് പറഞ്ഞ യുക്തിയിൽ, യുക്തിരാഹിത്യത്തിൻ്റെ യുക്തിയിൽ ഇനി VD സതീശന് മധ്യസ്ഥത പറയാൻ വേണ്ടിയിട്ടാണ് പിന്നെ റാം മാധവനെ ദത്താത്രേയ ഹൊസബലെയും ഞാൻ പൂർത്തീകരിച്ചിട്ട് ദത്താത്രേയ ഹൊസബല്ലെയും റാം മാധവനെയും ശ്രീ അജിത് കുമാർ പോയി കണ്ടത് ശ്രീ VD സതീശനും മധ്യസ്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് എങ്കിൽ അന്വേഷണം വേണോ വേണ്ടേ? എന്റെ സമയമല്ലേ, ഞാനൊന്ന് പൂർത്തീകരിക്കട്ടെ. കേസെടുക്കണോ സജീഷ്? അന്വേഷണം വേണോ സജീഷ്? RSSകാരനെ പോയി കണ്ട തെറ്റാണോ സജീഷ് എന്ന് പറയണ്ടേ ഹാഷ്മി? പറയില്ല ഹാഷ്മി. രണ്ടാമത് സജീഷ് കേസെടുക്കണോ? വിവരം കിട്ടി എന്നറിഞ്ഞപ്പോൾ കേസെടുക്കണോ? ഈ പറയുന്ന കള്ള PR-മാർക്കെതിരെ കേസെടുക്കണോ? ഈ കള്ള PR-മാർക്കെതിരെ കേസെടുക്കണോ? അന്വേഷണം വേണോ? ദത്താത്രേയ ഹോസാബലെ റാം മാധവനെ പോയി കണ്ടത് രാഷ്ട്രീയമായി ശരിയാണോ? സജീഷ് ഉത്തരവില്ലല്ലോ. ഇവർക്ക് കൊടുക്കുന്ന